Yes, this is a guide. If you make the basics, keep watching. This video is going to be a great place for you to start. I promise. Hi guys, welcome back to Malabar Mingle. I am Hanan. So, in this video, we will make the basics. Like for example, you have a makeup product, you will invest in it, you will invest so, we delay video. So, this makeup look, we consider the makeup in the under skin prep. That is strong. Okay? And in the makeup skin prep already much video link cards you guys in case you guys want to check it out. So in the skin prep makeup in the step by step process in makeup invest basically face apply primer. പക്ഷേ ഒരു പ്രൈമർ മസ്റ്റ് ആണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഒരിക്കലല്ല. നിങ്ങൾക്ക് ടെക്സ്ചർഡ് സ്കിൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പൺ പോഴ്സ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഒന്ന് ബ്ലർ ഔട്ട് ചെയ്യണം അല്ലെങ്കിൽ സ്മൂത്ത് ആക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളൊരു പ്രൈമറിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഒരു എവറിഡേ യൂസിന് ഒരിക്കലും ഞാനൊരു പ്രൈമർ സജസ്റ്റ് ചെയ്യില്ല. Only and only if you want like a smooth base. ഇനി നമുക്ക് മാർക്കറ്റിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൈമേഴ്സ് അവൈലബിൾ ആണ്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. സോ ഫസ്റ്റ് നമുക്കുള്ളത് പോ മിനിമൈസിങ് പ്രൈമറാണ്. പേര് പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഓപ്പൺ പോഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പോർ മിനിമൈസിങ് പ്രൈമറിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അത് നിങ്ങളെ പോഴ്സ് മിനിമൈസ് ചെയ്തൊരു എഫക്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ബേസിക്കലി നമ്മളെ പോഴ്സ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് അടച്ച് നമുക്ക് നല്ലൊരു സ്മൂത്ത് ബേസ് തരും. പിന്നെ ഉള്ളതാണ് ഒരു ബ്ലറിംഗ് പ്രൈമർ. സോ നിങ്ങൾക്ക് ടെക്സ്ചർഡ് സ്കിൻ ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ഓയിലി സ്കിൻ ഉണ്ടെങ്കിൽ ഐ വുഡ് ഹൈലി റെക്കമെൻഡ് യു ഇൻവെസ്റ്റ് ഇൻ ബ്ലറിംഗ് പ്രൈമർ. അത് നിങ്ങളുടെ ടെക്സ്ചറൊക്കെ ഒന്ന് എന്താ പറയുക ആ ടെക്സ്ചർ ഇഷ്യൂസൊക്കെ പോയി ഒരു സ്മൂത്ത് ആൻഡ് നല്ല എന്താ പറയുക മേക്കപ്പ് നല്ല വൃത്തിയിൽ നിങ്ങളുടെ ഫേസിൽ ഗ്ലൈഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെയുള്ള ഒന്ന് നമുക്ക് ഗ്രിപ്പിംഗ് പ്രൈമേഴ്സ് ആണ്. അതൊരു പുതിയ കോൺസെപ്റ്റ് ആണ്. ഞാനിപ്പോൾ റീസെൻ്റ്ലി ആണ് ഒരു ഗ്രിപ്പിംഗ് പ്രൈമർ ട്രൈ ചെയ്തത്. സോ ഗ്രിപ്പിംഗ് പ്രൈമർ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മുടെ മേക്കപ്പിനെ കൂടുതൽ നേരം നമ്മുടെ ഫേസിൽ ഹോൾഡ് ചെയ്ത് വെക്കാൻ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഐ ഷുഡ് ഓൾസോ സേ ദിസ് ഗ്രിപ്പിംഗ് പ്രൈമേഴ്സ് കൂടുതലും സ്റ്റിക്കിയാണ്. സോ ഇൻ കേസ് നിങ്ങൾക്ക് ആ ഒരു സ്റ്റിക്കിനെസ് നിങ്ങളുടെ ഫേസിൽ ഇഷ്ടമല്ലെങ്കിൽ സ്റ്റേ അവേ ഫ്രം ഇറ്റ്. പിന്നെയുള്ള ലാസ്റ്റത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഹൈഡ്രേറ്റിംഗ് പ്രൈമേഴ്സാണ്. സോ എന്നെപ്പോലെ ഡ്രൈ സ്കിന്നുള്ള ഒരാൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒന്നാണ് ഹൈഡ്രേറ്റിംഗ് പ്രൈമർ. പക്ഷേ ഹൈഡ്രേറ്റിംഗ് പ്രൈമർ ഒരു മസ്റ്റ് ഒന്നുമല്ല. ഇഫ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ പ്രെപ്പ് നല്ല വൃത്തിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് മാത്രം മതി. ഹൈഡ്രേറ്റിംഗ് പ്രൈമർ ഇസ് നോട്ട് എ മസ്റ്റ്. ബട്ട് ഹൈഡ്രേറ്റിംഗ് പ്രൈമർ എന്താ ബേസിക്കലി ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലുള്ള ആ ഒരു ഡ്രൈനെസ് ഫ്ലേക്കിനെസ് അതൊന്നും ഒഴിവാക്കാൻ ഹെൽപ്പ് ചെയ്യും. ബട്ട് അഗൈൻ ഇതൊക്കെ ഓപ്ഷണൽ ആണ്. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇസ് ടു യൂസ് എ കളർ കറക്റ്റർ. പക്ഷേ ഇതൊരു മസ്റ്റ് ആണെന്ന് വെച്ചാൽ ഒരിക്കലും അല്ല. ഇറ്റ്സ് എൻ ഓപ്ഷണൽ സ്റ്റെപ്പ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിൽ ഒരുപാട് ബ്ലെമിഷസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കളർ കറക്റ്ററിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നൗ കളർ കറക്റ്റേഴ്സ് നിങ്ങൾക്ക് ബ്ലെമിഷസ് ഉണ്ടെന്ന് വെച്ച് കളർ കറക്റ്റർ വാങ്ങണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ കൺസീലറിന് നിങ്ങളുടെ ഫേസിലുള്ള ബ്ലെമിഷസ് ഹൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ യു ക്യാൻ ഓൺലി ഗോ ഹെഡ് വിത്ത് ദിസ് ഫൗണ്ടേഷൻ ഓർ കൺസീലർ. പിന്നെ നിങ്ങൾ കളർ കറക്റ്ററിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെയുള്ള പലർക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഈ കളർ കറക്റ്ററിൽ ഇതിന് നമുക്ക് ഇത്ര കാര്യം കളേഴ്സ്. ഞാൻ ഇവിടെ ഒരു ഫോട്ടോ ഇടാം. അത് കണ്ടതിന് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളെ കളർ കറക്റ്റേഴ്സ് പറയുമ്പോൾ ഒരുപാട് ഡിഫറെൻറ്റ് കളേഴ്സ് അവൈലബിൾ ആണ് അല്ലേ. അപ്പം ഈ ഡിഫറെൻറ്റ് കളേഴ്സ് എന്തിനൊക്കെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഡിഫറെൻറ്റ് കളേഴ്സ് എന്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുള്ള കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. സോ ഫസ്റ്റ് റെഡ് എന്താ ചെയ്യാന്ന് വെച്ചാൽ റെഡ് ഹൈറ്റ്സ് ഡാർക്ക് സർക്കിൾസ് ഇൻ ഡീപ്പർ സ്കിൻ ടോൺസ്. പിന്നെയുള്ള ഒന്നാണ് ഓറഞ്ച് വിൽ ഓൾസോ ഹൈഡ് ഡാർക്ക് സർക്കിൾസ് ഇൻ മീഡിയം സ്കിൻ ടോൺസ്. പിന്നെയുള്ള ഒന്ന് പീച്ച് കളർ കറക്റ്റേഴ്സ് ആണ്. പീച്ച് കളർ കറക്റ്റർ വിൽ ഹെൽപ്പ് ഇൻ ഹൈഡിങ് ഡാർക്ക് സർക്കിൾസ് ഇൻ ലൈറ്റർ സ്കിൻ ടോൺസ്. പിന്നെയുള്ള വേറെ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന മറ്റ് രണ്ട് ഷെയ്ഡ്സ് എന്ന് പറയുന്നത് ഒന്ന് ഗ്രീൻ ആണ്. സോ ഗ്രീൻ വിൽ ഹെൽപ്പ് ഹൈഡ് റെഡ്നെസ്. അപ്പം നിങ്ങളുടെ ഫേസിൽ എവിടെയെങ്കിലും ഒരു റെഡ്നെസ് ഉണ്ടെങ്കിൽ ആ ഒരു ഗ്രീൻ കളർ കറക്റ്റർ വെച്ച് നിങ്ങൾക്ക് ആ റെഡ്നെസ് ഹൈഡ് ചെയ്യാൻ പറ്റും. പിന്നെയുള്ള ഒന്ന് യെല്ലോ ആണ്. ഇത് ഫ്രീക്വൻ്റ്ലി ഒരുപാട് പേര് യൂസ് ചെയ്യാറില്ല. പക്ഷെ അത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിൽ നമുക്ക് എവിടെയെങ്കിലും ഹൈലൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു യെല്ലോ കളർ കറക്റ്റർ അപ്ലൈ ചെയ്താൽ ആ ഒരു സ്പെസിഫിക് ഏരിയ നമുക്ക് നല്ലോണം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇസ് ടു യൂസ് എ ഫൗണ്ടേഷൻ. ഇനി ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ അതൊന്നെങ്കിൽ ഫൗണ്ടേഷൻ ആവാം അല്ലെങ്കിൽ CC ക്രീം ആവാം അല്ലെങ്കിൽ BB ക്രീം ആവാം അല്ലെങ്കിൽ സ്കിൻ ടിൻ്റ് ആവാം. യു ഹാവ് സോ മെനി ഓപ്ഷൻസ് ഇൻ ദ മാർക്കറ്റ് റൈറ്റ് നൗ. ഇനി ഇതിൽ ഏത് വേണമെന്നുള്ളത് ഇസ് കംപ്ലീറ്റ്ലി അപ് ടു യു. നിങ്ങളുടെ സ്കിന്നിന് നിങ്ങൾക്ക് വേണ്ട കവറേജും കാര്യത്തിനൊക്കെ അനുസരിച്ചിരിക്കും. ബട്ട് നിങ്ങൾ ഈ പറയുന്ന ബേസ് പ്രോഡക്റ്റ് അതായത് ഫൗണ്ടേഷൻ പോലുള്ളൊരു ബേസ് പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ നിങ്ങൾ മൈൻഡിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഓഫ് കവറേജാണ് വേണ്ടെന്നുള്ളത് തീരുമാനിക്കുക. നിങ്ങൾക്ക് ഹൈ കവറേജ് വേണോ അതോ മീഡിയം കവറേജ് വേണോ അതോ ഷിയർ കവറേജ് ഫൗണ്ടേഷൻസിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് ആദ്യം ഡിസൈഡ് ചെയ്യാം. ദാറ്റ്സ് കംപ്ലീറ്റ്ലി അപ് ടു യു. നിങ്ങളുടെ സ്കിൻ നിങ്ങളുടെ ഫേസ് നിങ്ങൾക്ക് എത്രത്തോളം കവറേജ് വേണം നിങ്ങളുടെ ഫേസിൽ എത്ര ബ്ലെമിഷസ് ഉണ്ട് ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തിലാണോ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം.
പിന്നെയുള്ള ഒന്ന് ഈ പറയുന്ന ഫൗണ്ടേഷൻസിൻ്റെ ഫിനിഷാണ്. സോ ബേസിക്കലി നമുക്ക് മാറ്റിഫൈങ് ഫൗണ്ടേഷൻസ് ഉണ്ട്, പിന്നെ ഡ്യൂയി ഫിനിഷ് തരുന്ന ഫൗണ്ടേഷൻസ് ഉണ്ട്. അതിൻ്റെ ഹൈഡ്രേറ്റിംഗ് ഫൗണ്ടേഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്നാ ഇതിലേതിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇഫ് യു ഹാവ് ഓയിലി സ്കിൻ, ഗോ ഫോർ എ മാറ്റിഫൈങ് ഫൗണ്ടേഷൻ. ഇനി നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ഉണ്ടെങ്കിൽ ഗോ ഫോർ എ ഹൈഡ്രേറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഡ്യൂയി ഫിനിഷ് തരുന്നൊരു ഫൗണ്ടേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഞാൻ അതിൻ്റെ ഡിഫറൻസും കൂടിയും പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ഉള്ള അപ്പം നിങ്ങൾ ഈ ഹൈഡ്രേറ്റിംഗ് അല്ലെങ്കിൽ ഡ്യൂയി ഫിനിഷ് തരുന്ന ഫൗണ്ടേഷനിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ ഫേസ് കുറച്ചും കൂടിയും എന്താ പറയുക ഡ്യൂയി ആയി കുറച്ചും കൂടിയും പ്ലംപി ഒക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതേസമയം നിങ്ങൾ മാറ്റിഫൈങ് ഓയിലി സ്കിന്നുള്ള ഒരാൾ മാറ്റിഫൈങ് ഫൗണ്ടേഷനിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ആഫ്റ്റർ എ സർട്ടൻ പോയിന്റ്, എനിക്കറിയാം ഫേസ് മൊത്തം മാറ്റ് ആയിട്ടാണ് ഉണ്ടാവുക ഇനിഷ്യലി, ബട്ട് ലേറ്റർ ഇൻ ദ ഡേ നമ്മുടെ ഫേസിൽ ഓട്ടോമാറ്റിക്കലി ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടാവുമല്ലോ. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഡ്യൂയി ഗ്ലോയി ഫിനിഷ് വന്നോളും. ഓക്കെ, പിന്നെ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. നിങ്ങൾ വാങ്ങുന്ന ഫൗണ്ടേഷൻ അത് ഓക്സിഡൈസ് ആകുമോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടി ഒന്ന് കൺഫേം ചെയ്യണം. അതിനായിട്ട് പ്ലീസ് ഡു യുവർ റിസർച്ച്. കാരണം പലരും എന്നോട് പറഞ്ഞൊരു കാര്യം, ഫൗണ്ടേഷൻ ഇട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് അങ്ങനെ ആവുന്നു ഇങ്ങനെ ആവുന്നു ഡാർക്ക് ആവുന്നു, മൈ ഫേസ് ഇസ് ലുക്കിംഗ് ഡാർക്കർ എന്നൊക്കെ. അതിൻ്റെ ഏറ്റവും വലിയൊരു കാരണം ഓക്സിഡൈസേഷൻ ആണ്. ഈ ഓക്സിഡൈസേഷൻ എന്താണെന്ന് അറിയാത്ത ആൾക്ക് ഞാനത് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. സോ ചിലപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ട് ഒരു 1 hour ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ ഫൗണ്ടേഷൻ ഒരു പൊടിക്ക് ഡാർക്ക് ആയിട്ട് തോന്നും നമുക്കല്ലേ, ഒരു 1 or 2 shades ഡാർക്കർ ആയ പോലെ തോന്നും. ദാറ്റ്സ് ബിക്കോസ് യുവർ ഫൗണ്ടേഷൻ ഇസ് ഓക്സിഡൈസിങ്. അപ്പം അതിന് പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. യു നീഡ് ടു ഡു യുവർ റിസർച്ച് ബിഫോർ ബൈങ് യുവർ ഫൗണ്ടേഷൻസ്. ഇനി ഫൗണ്ടേഷൻ ഷെയ്ഡ് എങ്ങനെയാണ് ഓൺലൈനിൽ കണ്ടുപിടിക്കാൻ അറിയാത്ത ആൾക്കാർക്ക് ഞാനൊരു കുഞ്ഞ് ട്രിക്ക് പറഞ്ഞുതരാം. ഓക്കെ, സോ ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ സ്കിൻ ടോൺ 3 കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുക: ഫെയർ, മീഡിയം, ഡീപ്പ്. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ഏത് ഫൗണ്ടേഷനാണോ വാങ്ങാൻ നോക്കുന്നത് ആ ഫൗണ്ടേഷൻ്റെ ഷെയ്ഡ് ചാർട്ട് നോക്കുക. അപ്പോൾ ആ ചാർട്ടിൽ ഈ പറഞ്ഞ പോലെ ഫെയറും മീഡിയവും ഡീപ്പർ സ്കിൻ ടോൺസിനുള്ള ഷെയ്ഡ്സ് കാണിച്ചു തരും. ഇപ്പം നിങ്ങളതിൽ ഏത് കാറ്റഗറിയിലാണോ പെടുന്നത് ആ കാറ്റഗറിയിൽ നിങ്ങളെ സ്കിൻ ടോണുമായിട്ട് ക്ലോസസ്റ്റ് മാച്ചിൽ വരുന്ന 1, 2, 3 ഷെയ്ഡ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് യൂട്യൂബിൽ പോയിട്ട് അതിൻ്റെ സ്വാച്ച് വീഡിയോസ് കാണാം. എനിക്കറിയാം ഇറ്റ്സ് നോട്ട് ദ best or it's not the perfect solution, but it's the best that I have for you. I think ഓൺലൈനിൽ വാങ്ങുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം അതാണ്. So just try this and let me know if this works for you because it does work for me. ഓക്കെ, സോ ഫൗണ്ടേഷൻ കഴിഞ്ഞാലുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇസ് ടു യൂസ് എ കൺസീലർ. സോ നമ്മൾ എന്തിനാണ് കൺസീലർ യൂസ് ചെയ്യുന്നതെന്ന് അറിയാത്ത ആൾക്കാർക്ക് ഞാൻ അതുകൂടി ചെറുതായിട്ട് പറഞ്ഞുതരാം. കൺസീലർ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിൽ എവിടെയെങ്കിലുമൊക്കെ ബ്ലെമിഷസ് ഉണ്ടെങ്കിൽ അത് ഹൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. പിന്നെ അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫേസ് എവിടെയെങ്കിലുമൊക്കെ ബ്രൈറ്റൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെയും ഈ പറയുന്ന കൺസീലർ യൂസ് ചെയ്യും. സോ കൺസീലർ ചൂസ് ചെയ്യുമ്പോൾ 2 രീതിയിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ബിക്കോസ് ഇപ്പം ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ യൂസ് കൺസീലർ ഫോർ 2 different purposes. സോ ഒന്ന് നമുക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ സ്കിൻ ടോണിന് എക്സാക്ട് മാച്ച് ആയിട്ടുള്ള ഒരു കൺസീലർ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. പേഴ്സണലി ഐ പ്രിഫർ ദാറ്റ്. അത് നമുക്ക് നമ്മുടെ ബേസിക്കലി നമ്മുടെ സ്കിന്നിന് മാച്ച് ആയിട്ടുള്ളൊരു ഷെയ്ഡ് ആയിരിക്കും. സോ വലിയ ഡിഫറൻസ് ഉണ്ടാവില്ല. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് വേണമെങ്കിൽ 1 or 2 ഷെയ്ഡ് ലൈറ്റർ ആയിട്ടുള്ള കൺസീലർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതെന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിൽ എവിടെയെങ്കിലുമൊക്കെ ഹൈലൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ ചില ആൾക്കാർക്ക് അവരുടെ നോസിൻ്റെ റീജിയൻ ഹൈലൈറ്റ് ചെയ്യാൻ ഇഷ്ടമാണ്, അല്ലെങ്കിൽ അണ്ടർ ഐസിൻ്റെ റീജിയൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ഫോർ 1 or 2 shades ലൈറ്റർ. അതല്ലെങ്കിൽ എന്നെ പോലെ പെർഫെക്റ്റ് മാച്ച് ആയിട്ട് ഒരു കൺസീലർ നോക്കി ചൂസ് ചെയ്യാം. ഓക്കെ, സോ ഇതോടെ നമ്മളെ ബേസ് ഓൾമോസ്റ്റ് സെറ്റ് ആണ്. ഇനി ഇതൊക്കെ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യേണ്ട ഒരു ചെറിയൊരു പോയിന്റും കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ പ്രൈമറും ഫൗണ്ടേഷനും കൺസീലറും നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ മേക്ക് ഷുവർ ദേ ഓൾ ഫോൾ ഇൻ ടു ദ സെയിം ഫോർമുലേഷൻ. എന്ന് വെച്ചാൽ നിങ്ങളൊരു വാട്ടർ ബേസ്ഡ് പ്രൈമറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മേക്ക് ഷുവർ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ആൻഡ് കൺസീലറും വാട്ടർ ബേസ്ഡ് ആണ്. അതല്ല നിങ്ങളൊരു സിലിക്കോൺ ബേസ്ഡ് പ്രൈമറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മേക്ക് ഷുവർ നിങ്ങളെ ഫൗണ്ടേഷൻ ആൻഡ് കൺസീലറും സിലിക്കോൺ ബേസ്ഡ് ആണെന്ന്. അതല്ലെങ്കിൽ നിങ്ങളെ ഫൗണ്ടേഷൻ മൂവ് ആവാനും അല്ലെങ്കിൽ പില്ലേ ആവാനും അതല്ലെങ്കിൽ ബേസിക്കലി കുറച്ചൊരു പാച്ചി ആയിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ വാട്ടർ ബേസ്ഡ് ഓർ സിലിക്കോൺ ബേസ്ഡ് ഫൗണ്ടേഷൻസ് ഫിഗർ ഔട്ട് ചെയ്യുക എന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ സിമ്പിളായിട്ടൊരു കാര്യം ഞാൻ പറയാം. നമ്മൾ ഈ പ്രോഡക്റ്റിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് നോക്കുമ്പോൾ വാട്ടർ ബേസ്ഡ് ആണെങ്കിൽ അതിൽ അധികവും അക്വ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അറ്റ് ദ സെയിം ടൈം നിങ്ങൾ സിലിക്കോൺ ബേസ്ഡ് പ്രോഡക്റ്റാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് എനിക്കൊന്ന് സിലിക്കാന്നോ അല്ലെങ്കിൽ സിലിക്കോൺ നിന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. സോ നമ്മളെ ബേസ് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഐ മേക്കപ്പ് ആണ്. സോ ഐ മേക്കപ്പിനെ പറ്റി ഞാനിപ്പം ഒന്നും പറയില്ല. കാരണം ഐ തിങ്ക് ഇറ്റ്സ് ഐ മേക്കപ്പ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരാൾക്ക് പേഴ്സണലാണ്. മസ്കാര, കാജൽ, പിന്നെ ഐ ലൈനർ, ഐ ഷാഡോ, ഐ തിങ്ക് ഇറ്റ്സ് ഓൾ പേഴ്സണൽ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഒരാളുടെ പേഴ്സണൽ ചോയ്സിലേക്ക് കടക്കുന്നില്ല. ഓക്കെ, ആൻഡ് ഐ ഷാഡോസ് ചൂസ് ചെയ്യുമ്പം ഒരൊറ്റ കാര്യം ഞാൻ പറയാം. ഇഫ് യു ആർ എ ബിഗിനർ I would suggest you invest in a neutral palette. Okay, പക്ഷേ at the same time നിങ്ങൾക്ക് കളർഫുൾ ഐ ഷാഡോ ലുക്സ് ഒക്കെ ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ
ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ ടു ഇൻവെസ്റ്റ് ഇൻ എ കളർഫുൾ പാലറ്റ് ആസ് വെൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു പാലറ്റിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. സോ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. നൗ അതാണ് ബ്രോൺസിങ് ആൻഡ് കോണ്ടോറിങ്. നൗ നിങ്ങളൊരു ബിഗിനർ ആണ്, സ്റ്റാർട്ട് ഓഫ് ഒക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും ഞാൻ നിങ്ങൾ ബ്രോൺസർ ഓർ കോണ്ടോർ യൂസ് ചെയ്യണമെന്ന് ഒരിക്കലും പറയില്ല. ബട്ട് നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ കീപ് ലിസ്ണിങ്. ഓക്കെ, സോ ഇത് രണ്ടും തമ്മിലുള്ള ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അത് മനസ്സിലാക്കിയാൽ ബ്രോൺസിങ് ആൻഡ് കോണ്ടോറിങ് ഈസിയാണ്. കാരണം പലർക്കും ബ്രോൺസിങ്ങും കോണ്ടോറിങ്ങുള്ള ഡിഫറൻസ് അറിയില്ല. സോ അത് ഞാൻ കൃത്യമായിട്ട് സിമ്പിൾ വേർഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്ന് വിചാരിച്ചു. സോ ബേസിക്കലി കോണ്ടോറിങ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിന് ഒരു സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോണ്ടോറിങ് ചെയ്യുന്നത്. സോ കോണ്ടോർ ഷെയ്ഡ്സ് എന്ന് പറയുമ്പം ഇതുപോലെ കൂൾ ടോൺഡ് ആയിരിക്കും. ഓക്കെ, നമ്മുടെ ഫേസിന് ഒരു സ്ട്രക്ചർ, ഇപ്പം നിങ്ങൾക്ക് എന്നെ പോലെ റൗണ്ട് ഫേസ് ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു സ്ട്രക്ചർ കൊടുത്ത് ഒരു എലോങ്ങേറ്റഡ് ഫേസിൻ്റെ ഒരു ഫീലൊക്കെ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് പറയുന്ന കോണ്ടോർ യൂസ് ചെയ്യാം. അതല്ല, പിന്നെ നിങ്ങൾക്ക് ഉള്ളൊരു ഓപ്ഷനാണ് ബ്രോൺസിങ്. നൗ ബ്രോൺസർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേസിന് ഒരു വാംത്ത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ പലരും മറ്റൊരു ടാൻ സ്കിൻ എഫക്റ്റ് ഒക്കെ നോക്കുമല്ലേ, അന്നേരമൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു പ്രോഡക്റ്റ്. ആസ് യു കെൻ സി ഇതിൻ്റെ ഷെയ്ഡ് കുറച്ചുകൂടി വാം ടോൺഡ് ആയിരിക്കും. ഇതിൻ്റെ അണ്ടർ ടോൺ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇറ്റ് ഹാസ് മോർ ഓഫ് എ വാം ടോൺ. അറ്റ് ദ സെയിം ടൈം ഈ ഒരു കോണ്ടോർ ഷെയ്ഡ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു കൂൾ ടോൺ ആണെന്നുള്ളത്. ഓക്കെ, ഐ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ്. സോ യെസ്, ഇതാണ് കോണ്ടോറിങ് ആൻഡ് ബ്രോൺസിങ് തമ്മിലുള്ള ഡിഫറൻസ്. ഇത് നമ്മുടെ സ്കിന്നിന് വാംത്ത് പ്രൊവൈഡ് ചെയ്യും, ഇത് നമ്മുടെ സ്കിന്നിന് സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, സംസാരിച്ച് ഞാൻ ഓൾമോസ്റ്റ് ഡെഡായി. പക്ഷേ നമ്മൾ അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് തിങ് ആൻഡ് ദാറ്റ് ഇസ് ബ്ലഷ്. ആ ബ്ലഷിനെ പറ്റി ഞാൻ ഒരുപാടൊന്നും പറയില്ല, ബിക്കോസ് ഐ തിങ്ക് ഇഷ്ടംപോലെ ഷെയ്ഡ് കാറ്റഗറി ഓപ്ഷൻസ്, ലൈക്ക് ഷെയ്ഡ് ഓപ്ഷൻസ് ഉള്ള ഒന്നാണ് ബ്ലഷ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് ഏത് കളറാണോ ഫ്ലാറ്ററിംഗ് ആയിട്ട് തോന്നുന്നത്, ഗോ ഫോർ ഇറ്റ്. ഓക്കെ, ദർ ഇസ് നോ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ വെൻ ഇറ്റ് കംസ് ടു ബ്ലഷസ്. ഓക്കെ, ഇനി ബ്ലഷ് വാങ്ങുമ്പോൾ നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ ഫോർമുലേഷനാണ്. നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ഉണ്ടെങ്കിൽ ഗോ ഫോർ എ ഡ്യൂയി ഫിനിഷ് തരുന്നൊരു ബ്ലഷിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് ഓയിലി സ്കിൻ ആണെങ്കിൽ ഗോ ഫോർ എ മാറ്റിഫൈങ് ബ്ലഷ്. അതായിരിക്കും നിങ്ങളുടെ ഫേസിൽ കുറച്ചും കൂടി നേരം ലോങ് ലാസ്റ്റ് ആയിട്ട് കൂടുതൽ നേരം ലാസ്റ്റ് ചെയ്യുക. പിന്നെയുള്ള ഒന്നാണ് പൗഡേഴ്സ്. നൗ പൗഡർ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ അവൈലബിൾ ആണ്. ഒന്ന് ലൂസ് പൗഡേഴ്സ്, പിന്നെ ഒന്ന് കോമ്പാക്ട് പൗഡേഴ്സ്. നൗ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പലർക്കും അറിഞ്ഞൂടാ. സോ ബേസിക്കലി നമ്മൾ ലൂസ് പൗഡർ ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്ക് അടിപൊളി ഓപ്ഷനാണ്. കാരണം അത് കൂടുതൽ എന്താ പറയുക നമ്മുടെ ഫേസിനെ കൂടുതലായിട്ട് സെറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്ക് കോമ്പാക്ട് പൗഡറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷേ എനിക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ പോലും ഐ പേഴ്സണലി ലൈക്ക് യൂസിങ് ലൂസ് പൗഡേഴ്സ്. എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ, ഐ പ്രിഫർ ദാറ്റ് വേ മോർ ദൻ കോമ്പാക്ട്. എനിക്ക് തോന്നുന്നു കോമ്പാക്ട് ഇസ് മച്ച് ബെറ്റർ വെൻ ഇറ്റ് കംസ് ടു ട്രാവലിംഗ്. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ലൂസ് പൗഡർ നമുക്ക് ഒന്നല്ല, പക്ഷേ എനിക്കൊന്ന് 3 രീതിയിൽ അവൈലബിൾ ആണ്. യെസ്, ഇപ്പോൾ 3 ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ലൂസ് പൗഡേഴ്സ് അവൈലബിൾ ആണ്. ഒന്ന് ട്രാൻസ്ലൂസൻ വൺ എന്ന് വെച്ചാൽ മറ്റേ വൈറ്റ് കളറിൽ വരുന്ന പൗഡേഴ്സ്. അത് നമ്മുടെ ഫേസിൽ കൂടുതൽ നമ്മുടെ ഫേസിനൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഹെൽപ്പ്. ലൈക്ക് നമ്മൾ അണ്ടർ ഐ റീജിയനൊക്കെ ഒന്ന് ബ്രൈറ്റൻ ചെയ്യണമെങ്കിൽ നമ്മൾ വൈറ്റ് കളർ ട്രാൻസ്ലൂസൻ ലൂസ് പൗഡർ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ പിന്നുള്ളത് ബനാന പൗഡേഴ്സാണ്. ബനാന പൗഡർ ഇസ് ഗ്രേറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ടോണിന് മാച്ചിങ് ആയിരിക്കും. സോ ഒരിക്കലും അവർ ഫേസ് ബ്രൈറ്റൻ വാല എഫക്റ്റ് ഒന്നും തരില്ല, കുറച്ചുകൂടി നാച്ചുറൽ ലുക്ക് തരും. പിന്നെ ഇപ്പോൾ ഉള്ള ഒന്നാണ് ആ ഒരു പിങ്ക് കളറിൽ വരുന്ന ലൂസ് പൗഡർ. അതും ഇതുപോലെ തന്നെ നമ്മളെ ഫേസ് ഒന്ന് ബ്രൈറ്റൻ ചെയ്യാൻ, ഒരു റോസി ടച്ചൊക്കെ കൊടുക്കാൻ വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. വലിയ ഡിഫറൻസ് ഒന്നും അതിനകത്ത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. സോ ഫൈനലി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു യൂസ് എ ലിപ്സ്റ്റിക്. ഞാൻ ലിപ്സ്റ്റിക്കിനെ പറ്റി ഞാൻ ഒന്നും എന്ന് പറയില്ല, കാരണം ഐ തിങ്ക് ഐ ഹവ് ടോക്ഡ് ഇനഫ് വെൻ ഇറ്റ് കംസ് ടു ലിപ്സ്റ്റിക്. ഓക്കെ, ഇഷ്ടം പോലെ ഫോർമുലേഷൻസിലുള്ള ലിപ്സ്റ്റിക് അവൈലബിൾ ആണ്. ബുള്ളറ്റ് ലിപ്സ്റ്റിക്സ്, മാറ്റ് ലിപ്സ്റ്റിക്, പിന്നെന്താണ് ലിപ് ടിൻസും പല സാധനങ്ങളും വെൻ ഇറ്റ് കംസ് ടു ലിപ് പ്രോഡക്ട്സ് ഇഷ്ടം പോലെ സാധനങ്ങൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്താണ് കൂടുതൽ കംഫർട്ടബിൾ, നിങ്ങളുടെ ലിപ്സിന് എന്താണ് കൂടുതൽ കംഫർട്ടബിൾ അനുസരിച്ച് മാത്രം ചൂസ് ചെയ്യുക. ഷെയ്ഡൊക്കെ നിങ്ങളുടെ സ്കിൻ ടോൺ അനുസരിച്ചിരിക്കും. ആകെ എനിക്ക് പറഞ്ഞുതരാൻ പറ്റുന്ന കാര്യം, ലിപ്സ്റ്റിക്ക് ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു ഡീപ്പർ സ്കിൻ ടോണുള്ള ഒരാളാണെങ്കിൽ ഗോ ഫോർ ലൈക്ക് കുറച്ചും കൂടി ഡീപ്പർ ആയിട്ടുള്ള ഷെയ്ഡ്സ് ഒക്കെ ചൂസ് ചെയ്യുകയാണെങ്കിൽ, കൂൾ ടോൺ ഡീപ്പർ ഷെയ്ഡ്സ് ചൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ലുക്ക് ഗ്രേറ്റ് ഓൺ യു. നിങ്ങൾക്ക് അതേസമയം മീഡിയം അല്ലെങ്കിൽ ലൈറ്റർ സ്കിൻ ടോണുള്ള ആൾക്കാരാണെങ്കിൽ ആ ഒരു എന്താ പറയുക വാം ടോൺഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്സ് വിൽ ലുക്ക് ഗുഡ്. അതെൻ്റെ പേഴ്സണൽ ചോയ്സ് മാത്രമാണ്. ബട്ട് ലൈക്ക് ഐ സെഡ്, ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി അപ് ടു യു. ഓ വെയിറ്റ്, ഒരു കാര്യം കൂടി ഉണ്ട്, ആൻഡ് ദാറ്റ് ഈസ് അബൌട്ട് മേക്കപ്പ് ബ്രഷസ്. പലർക്കുള്ള ഡൗട്ടാണ് മേക്കപ്പ് ബ്രഷിൽ ഇൻവെസ്റ്റ് ചെയ്യണോ അതോ ബ്യൂട്ടി ബ്ലെൻഡേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണോ. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, നിങ്ങളൊരു ബിഗിനറാണ്, യു ഡു നോട്ട് വാണ്ട് എക്സ്പെരിമെൻറ്റ് വിത്ത് എ ലോട്ട് ഓഫ് മേക്കപ്പ് എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് നിങ്ങളെങ്കിൽ ട്രസ്റ്റ് മീ, നിങ്ങൾക്ക് നിങ്ങളുടെ കൈ തന്നെ ധാരാളമാണ്. ലിറ്ററലി വെൻ ഐ സ്റ്റാർട്ടഡ് ഓഫ് ഐ യൂസ് ടു ഡു മൈ എൻറ്റയർ മേക്കപ്പ്, ലിറ്ററലി എൻ്റെ ഐ ഷാഡോ പോലും ഞാൻ എൻ്റെ കൈ വെച്ചിട്ടാണ് ചെയ്യാറ്. സോ ഐ വുഡ് സേ അത് മാത്രം മതി. പക്ഷേ അതല്ല, നിങ്ങൾക്ക് ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുകയാണ്, നിങ്ങൾക്കറിയാം നിങ്ങൾ ഇനിയും ഒരുപാട് ലൈക്ക് ഓൺ എ റെഗുലർ ബേസിസ് ഒക്കെ മേക്കപ്പ് യൂസ് ചെയ്യുന്ന ഉറപ്പുള്ള ഒരാളാണെങ്കിൽ ദെൻ യെസ് ഐ വുഡ് സജസ്റ്റ്
സജസ്റ്റ് യു ഇൻവെസ്റ്റ് ഇൻ എ ഗുഡ് ക്വാളിറ്റി മേക്കപ്പ് ബ്രഷ് സെറ്റ്. അതല്ലെങ്കിൽ കൈ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്യൂട്ടി ബ്ലെൻഡർ തന്നെ ധാരാളമാണ്. പിന്നെ എപ്പോഴും മൈൻഡിൽ കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, മേക്കപ്പ് എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമുള്ള സംഗതിയൊന്നുമല്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് എക്സ്പെരിമെൻറ്റിങ് ആൻഡ് ഹാവിങ് ഫൺ വിത്ത് ഇറ്റ്. ഒരിക്കലും നമ്മൾ മേക്കപ്പിൻ്റെ കേസിൽ ദർ ഇസ് നോ സച്ച് ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ. ഓക്കെ, നിങ്ങൾ അത് ചെയ്യണം, അത് അങ്ങനെ ചെയ്യണം, ഇതിങ്ങനെ ചെയ്യണം, അങ്ങനെയൊന്നുമില്ല. ലിറ്ററലി നിങ്ങളിപ്പം ഇൻ്റർനെറ്റിൽ നോക്കിയാൽ തന്നെ പലതും ചെയ്യാം, പല ഡിഫറെൻറ്റ് രീതികൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ, പല ഡിഫറെൻറ്റ് ടെക്നീക്സ് കാണാൻ പറ്റും. സോ ബേസിക്കലി ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ കുഞ്ഞു കുഞ്ഞു ട്രിക്സ് ഉണ്ട്, അല്ലെങ്കിൽ കുഞ്ഞു എന്താ പറയുക, ഇതിനൊരു ടെക്നിക്ക് ഉണ്ട്. ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതൊക്കെ മാത്രമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞത്. സോ അത് മനസ്സിലാക്കിയാൽ തന്നെ ഐ തിങ്ക് മേക്കപ്പ് വിൽ ബി ഫൺ ആൻഡ് ഈസി അറ്റ് ദ സെയിം ടൈം. സോ യെസ്, ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഐ റിയലി ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് വാച്ചിങ് ദിസ്. എനിക്കറിയാം ഞാൻ സാധാരണ ചെയ്യുന്ന വീഡിയോസ് ഒന്നും കുറച്ച് ഡിഫറെൻ്റ് ആണ്, ബട്ട് ഐ റിയലി ഹോപ്പ് യു ഗൈസ് ലേൺ സംതിങ് ഔട്ട് ഓഫ് ദിസ്. നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിന് ഇതുപോലെ മേക്കപ്പിനെ പറ്റി പഠിക്കണം അല്ലെങ്കിൽ കുറച്ചെങ്കിലും അറിയണം എന്നുള്ള ആഗ്രഹമൊക്കെയുള്ള ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പ്ലീസ് ഈ വീഡിയോ അവരായിട്ട് ഷെയർ ചെയ്യുക. ഐ എം 110% ഷുവർ ഇത് അവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്നു. സോ യെസ്, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം അറിയാലോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ദാറ്റ് വുഡ് മീൻ ദ വേൾഡ് ടു മീ. വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നത് വരെ യത്താഷിസ്.